പോരാളികളോ ഒന്നിച്ചൊന്നായി മുന്നോട്ട് ആരാടൻ സിന്ദാബാദ് ഈ മണ്ണ് ചുവക്കില്ല ഹരിത പതാക ഈ മണ്ണിൽ ഉയർന്നു പറക്കൂ ഐക്യമുന്നണിയുടെ ഒരുക്കുകോട്ട ഈ കോട്ട ഞങ്ങൾ തിരിച്ചു പിടിക്കൂ ധീരതയോടെ നയിച്ചോളൂ ഒന്നിച്ചൊന്നായി മുന്നോട്ട് നിലമ്പൂരിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് തന്നെ കോൺഗ്രസിനെ നയിക്കും നിലമ്പൂരിൽ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കിരൺ ബാബു ചേർന്ന് വിവരങ്ങളുമായി. കിരൺ, അങ്ങനെ കോൺഗ്രസ് ക്യാമ്പ് ആവേശത്തിലേക്ക് കിരൺ പറഞ്ഞോളൂ. അതെ, കോൺഗ്രസ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഈ സർക്കാർ ശേഷം വന്ന നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഇത് 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ്. ഈ 5 ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അതിൻ്റെ മുൻകാലത്തെ എല്ലാ പതിവുകളും തെറ്റിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് സാധാരണഗതിയിൽ അതിൻ്റെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഈ അവസാന നിമിഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക, ഒരുപാട് തർക്കങ്ങളിലേക്ക് പോവുക, പല പേരുകളിലേക്ക് മറിയുക എന്നൊക്കെയുള്ള പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് മറ്റ് സ്ഥാനാർത്ഥികളെ പ്രചരണം തുടങ്ങിയ സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ മത്സരിപ്പിച്ച് ചരിത്രം പോലുമുള്ള കോൺഗ്രസ്സാണ്. പക്ഷേ കഴിഞ്ഞ 5 വർഷവും കോൺഗ്രസിന് ഉപതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ച എല്ലാ ഘട്ടത്തിലും ഇപ്പോൾ 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ്. ഈ 5 ഉപതെരഞ്ഞെടുപ്പിലും എപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നോ അതിന് 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇതിനിടയിൽ PV അൻവർ അതിശക്തമായ രീതിയിലേക്ക് കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. PV അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമെന്ന തരത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ചില സിൽബന്ധികൾ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ അൻവർ തയ്യാറല്ല. നോക്കട്ടെ എന്നുള്ള ഒരു മറുപടിയാണ് PV അൻവർ നൽകുന്നത്. അൻവറിനെ സംബന്ധിച്ച് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം വരും, അൻവർ സ്വതന്ത്രമായി മത്സരിക്കുക. അൻവർ ജോയിയെ മത്സരിപ്പിച്ചില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തും അൻവറും തമ്മിലുള്ള ശത്രുത അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വ്യക്തിപരമായ വിരോധം നേരത്തെ തന്നെ പ്രസിദ്ധമാണ്. ആ കാരണം കൊണ്ട് തന്നെ അൻവറിന്റെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കരുത് എന്നതായിരുന്നു. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് എടുത്ത തീരുമാനം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരെ എന്നതിൽ അൻവർ ഡിക്റ്റേറ്റ് ചെയ്യേണ്ടതില്ല, അത്തരമൊരു നിലപാടിലേക്ക് പോകേണ്ടതില്ല എന്നതാണ്. ഇനി അൻവർ മത്സരിച്ചാലും സ്വാഭാവികമായും കോൺഗ്രസ് അത്തരത്തിലൊരു ഭീഷണി അക്കാര്യത്തിൽ കാണുന്നില്ല. അൻവർ ആദ്യം ഇതുവരെ മത്സരിക്കുമെന്നോ പ്രധാനപ്പെട്ട കാര്യം പിണറായിയാണ് ഏറ്റവും വലിയ തന്റെ ശത്രു, പിണറായിസത്തെ ഇല്ലാതാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് അൻവർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആ അൻവറിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ഏറ്റവും പ്രധാനമായി അത്തരത്തിലൊരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി സ്വതന്ത്രനായ അൻവർ മത്സരിക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ഏത് തരത്തിലായിരിക്കും നിലമ്പൂരിൽ ഒരു മാറ്റം ഉണ്ടാക്കുക എന്ന് പ്രതീക്ഷിക്കണം. ഭവ്യ, അൻവറിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം തന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തില്ല, ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. അൻവർ അതിർത്തി തുറന്നു പറയുകയാണ്. താൻ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രതീക്ഷിച്ചില്ല. VS ജോയിയുടെ പേര് താൻ പറഞ്ഞിരുന്നു എന്നതുകൂടി അൻവർ പറയുന്നുണ്ട്. അൻവർ സ്വാഭാവികമായും അൻവറിന്റെ പേര്, അൻവർ നിർദ്ദേശിക്കുന്ന ഒരു പേര് UDF തള്ളിക്കളയും എന്ന് പ്രതീക്ഷിച്ചില്ല. വയനാട്ടിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് നിർണായകമാണ്. 20% വോട്ടുണ്ട് ഈ നിലമ്പൂരിൽ. അതുകൊണ്ട് ആ വോട്ട് കൂടി കണ്ടുകൊണ്ട് ആ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി വേണം എന്ന ആവശ്യം പറഞ്ഞിരുന്നു എന്നൊക്കെ അൻവർ ഇപ്പോൾ തുറന്നു പറഞ്ഞു. അൻവറിന്റെ അതിർത്തി പരസ്യമാക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് മറിച്ച് ഒരു നിലപാടിലാണ്. അൻവർ ഇപ്പോഴും താൻ മത്സരിക്കുമോ ഇല്ലയോ എന്നൊന്നും പറയുന്നില്ല. അൻവർ പ്രധാനമായും ചെയ്തത് അൻവറിന്റെ നിർദ്ദേശം കോൺഗ്രസ് പാർട്ടി തള്ളിക്കളയുന്നു എന്ന് കണ്ടപ്പോൾ താൻ മത്സരരംഗത്തേക്ക് വരുന്നു എന്നുള്ള ഒരു വാർത്ത, അത്തരത്തിലൊക്കെ ഒരു വാർത്ത അദ്ദേഹത്തിന്റെ തന്നെ അനുയായികളൊക്കെ വഴി പ്രചരിപ്പിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ അപ്പോഴും അൻവർ ഔദ്യോഗികമായി ഞാൻ മത്സരിക്കുമെന്നോ ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഇപ്പോഴും അങ്ങനെ ഔദ്യോഗികമായി തന്റെ ഒരു തീരുമാനം വരട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അൻവർ നിൽക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം.
അല്ല, കേരളത്തിൽ നിന്ന് നേതാക്കളെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായി സമർപ്പിച്ച ഒരു പ്രപ്പോസലാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം. അത് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ് അത് സ്വീകരിച്ച് അത് പ്രഖ്യാപിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നാളെ മുതൽ ആരംഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ സജ്ജമാണ്. 263 ബൂത്തുകളിൽ ഞങ്ങൾക്ക് കമ്മിറ്റികളുണ്ട്. ഞങ്ങൾ 8000-ലധികം വോട്ടർമാരെ ചേർത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തകരും, ആയിരക്കണക്കിന് പ്രവർത്തകർ ആ നിയോജക മണ്ഡലത്തിൽ തന്നെ സജ്ജരാണ്. അപ്പോൾ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കും. അത് ഞായറാഴ്ച ആയിരുന്നില്ല ഇന്നലെ. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, ഞായറാഴ്ചയാണല്ലോ, സൺഡേ ആണ്. ഇന്ന് കോൺഗ്രസ് പ്രസിഡന്റ് അവിടെ എത്തിയതാണ് ഉച്ചയായപ്പോഴേക്കും. ഉടൻ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് അയച്ചു കൊടുത്തു. നിങ്ങൾ ഇത്രയും വേഗത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് എന്തൊരു ചോദ്യമാണിത്? ഇതിനേക്കാൾ വേഗത്തിൽ ആരാണ് സ്ഥാനാർത്ഥിത്വം? അല്ലല്ലേ, അത് ഞങ്ങൾ പറഞ്ഞു അത് സൺഡേ ആണെന്ന് ഞാൻ പറഞ്ഞു. സൺഡേ ആണെന്ന് ഞാൻ പറഞ്ഞു. 2-3 മണിക്കൂർ വൈകിയാണ്. സൺഡേ ആണെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു. സൺഡേ ഇന്നലെ ACC ഇല്ല. വേറൊന്നും ചോദിക്കാനില്ലെങ്കിൽ വേറെ വല്ല ചോദിക്കുക നിങ്ങൾ. അല്ല, ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ. അദ്ദേഹം UDF-ന്റെ ഭാഗമാകും എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് UDF-ന്റെ ഭാഗമാകേണ്ടതെന്ന് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനം അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഇന്നലെ നിങ്ങളോടല്ലേ പറഞ്ഞത്, ഏത് UDF സ്ഥാനാർത്ഥി വന്നാലും ആ UDF സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും, അദ്ദേഹത്തിന് പിന്തുണ ഉണ്ടാവുന്ന അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഇന്നലെ. അത് നിങ്ങളുടെ സാങ്കല്പികമായ ചോദ്യങ്ങളല്ല. അതിനൊക്കെ ഞാനെങ്ങനെ മറുപടി പറയുന്നത്? നിങ്ങളിങ്ങനെ ഇരുന്ന് ആലോചിച്ച് സാങ്കല്പികമായി ഒരു ചോദ്യം ഉണ്ടാക്കി എന്നോട് ചോദിച്ചിട്ട് ഞാൻ എന്നിട്ട് മറുപടി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചോദ്യമാണ്? അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ, കോൺഗ്രസ് പ്രസിഡന്റ് തിരിച്ചെത്തേണ്ട അദ്ദേഹം ഒപ്പിടണ്ടേന്. അദ്ദേഹം ഡൽഹിയിൽ എത്താനുള്ള താമസമാണ് ഉണ്ടായത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല അറിവുണ്ടോ? കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അത് റിലീസാണ്. അത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ തീരുമാനമാണ്. കോൺഗ്രസ് പ്രസിഡന്റിന്റെ തീരുമാനം എല്ലാം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വഴിയാണ് റിലീസാകുന്നത്. ഇങ്ങനത്തെ എന്ത് ചോദ്യമാണ്? ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ചോദിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം UDF-ന്റെ ഭാഗമാകാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം UDF-ന്റെ ഭാഗമാവും. പിന്നെ